ഈ വി ഡി സതീശൻ്റെ പേര് വിട്ടിട്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? എനിക്കും അല്ല. ഈ നാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആളുകൾ തുണി നോക്കി കാണിക്കില്ലേ? കോൺഗ്രസ്സുകാരൻ KPCC ആഫീസിന് മുമ്പിൽ പോയിട്ട് ആളുകൾ മുണ്ട് നോക്കി കാണിക്കും. കാരണം അതല്ലാതെ അതിന് ചികിത്സയില്ല. VS സീറ്റ് നിശ്ചയിച്ച സംഭവം ഉണ്ടല്ലേ? പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു സീറ്റ് കൊടുക്കില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? പാർട്ടി പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റി എന്ന് പറഞ്ഞ പോലെ സതീശനല്ല KC ആയിരിക്കും കേരള മുഖ്യമന്ത്രി എന്നൊന്ന് പറയട്ടെ. നല്ല രസമായിരിക്കും. സത്യത്തിൽ അങ്ങനെ ഒരു സാധനോട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു നമ്മളെപ്പോലുള്ള ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതൊരു രസമാണല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അതുകൊണ്ട് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി ആയിട്ട് അദ്ദേഹത്തിന് പേര് ഡൽഹിയിൽ നിന്ന് വെറുതെ. ചർച്ചാ തർക്കങ്ങൾക്കിടയിൽ VDയെ പിന്തുണച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്ത്. VDക്ക് പകരം KCയെ മുഖ്യനാക്കിയാൽ ജനം കോൺഗ്രസ് നേതൃത്വത്തെ മുണ്ടുപൊക്കി കാണിക്കുന്ന ഗതികേടുണ്ടാവുമെന്ന് ജയശങ്കർ വക്കീൽ പറയുന്നു. VDയേക്കാൾ ഈ പദവി അർഹിക്കുന്ന മറ്റൊരാൾ ഇല്ല എന്നത് പറഞ്ഞു വെക്കുകയാണ് കേരളക്കരയൊന്നാകെ. എന്തുകൊണ്ട് VD എന്നതിന് ഉത്തരങ്ങൾ ഒരുപാടാണ്. ജനമനസ്സുകളുടെ സ്നേഹവും പിന്തുണയും തന്നെയാണ് അതിൽ പ്രധാനം. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി നിന്ന കോൺഗ്രസിന് ജീവൻ നൽകിയത് VD സതീശൻ എന്ന നേതാവിന്റെ ദീർഘദൃഷ്ടിയും നിശ്ചയദാർഢ്യവുമാണ്. വ്യക്തമായ ലക്ഷ്യബോധം, കൃത്യമായ അക്കങ്ങൾ മുൻകൂട്ടി പറയുക, അതിലേക്ക് തന്നെ കപ്പൽ കൊണ്ടടുപ്പിക്കുക. അങ്ങനെ സതീശന്റെ കയ്യിൽ ഭദ്രമായിരുന്ന കോൺഗ്രസിന്റെ തിരിച്ചുവരവിൽ മറ്റാർക്കാണ് ക്രെഡിറ്റ് പങ്കിടാൻ ആവുന്നത്? പ്രതിപക്ഷ നേതാവായിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, 2010 തോമസ് ഐസക്കുമായി ഉണ്ടായ ലോട്ടറി സംവാദം മുതലേ VD സതീശന്റെ ഈ കണിശത ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പഠിച്ചു പറയുക, നിലപാടിൽ ഉറച്ചു നിൽക്കുക, അത് തെളിയിക്കുക. കാറ്റും കോളും നിറഞ്ഞ കടലാണ് മുമ്പിൽ എന്നറിയാം. എങ്കിലും അടുത്ത ലക്ഷ്യങ്ങൾ കൃത്യമായി പറയുന്നു, അങ്ങോട്ടുള്ള മാർഗരേഖ കാട്ടിത്തരുന്നു. ഇതുവരെ സംഭവിച്ചതെല്ലാം നല്ലതിനാണ് എങ്കിൽ ഇനി വരാനിരിക്കുന്നതിനും നല്ലതിനായിരിക്കും. VD സതീശൻ എന്ന കപ്പിത്താനും മാത്രമുള്ളതാണ് ഇത്തവണത്തെ കേരള മാൻഡേറ്റ്. കപ്പിത്താനെ മാറ്റരുത് എന്ന് മാത്രമല്ല, അത്തരമൊരു ചർച്ച പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപഹാസ്യമാണ്. ഇവിടെ VD സതീശന് വേണ്ടി കൈപൊക്കാൻ ഒരു പക്ഷേ MLA-മാരുടെ ഒരു കൂട്ടം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഗ്രൂപ്പ് വളർത്താനല്ല ശ്രമിച്ചത്, മുന്നണിയെ അധികാരത്തിൽ എത്തിക്കാനാണ് ഈ 5 വർഷവും അദ്ദേഹം നോക്കിയത്. നുണേശൻ എന്ന് അയാളെ എതിരാളികൾ ചാപ്പ കുത്തിയപ്പോഴും ആക്ഷേപിച്ചപ്പോഴും അയാൾ ഒന്നും പറഞ്ഞില്ല. നമ്മളോട് പറഞ്ഞ വാക്കുകളെല്ലാം അയാൾ പാലിച്ചു. മിഷൻ 60 എന്ന പ്ലാൻ കൊണ്ടുവന്നു. കോൺഗ്രസ് പാർട്ടിയെ 63 സീറ്റിൽ വിജയിപ്പിച്ചു. 100-ലധികം സീറ്റ് നേടും എന്ന് അയാൾ പറഞ്ഞു. 102 സീറ്റ് നമ്മൾ നേടി. 5 ജില്ലകൾ മുഴുവൻ സീറ്റും നേടുമെന്ന് പറഞ്ഞു. 5 ജില്ല മുഴുവൻ സീറ്റും നമ്മൾ വിജയിച്ചു. 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 13 മന്ത്രിമാർ തോറ്റ് വീട്ടിലിരിപ്പായി. ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിറങ്ങാൻ പോയില്ല. ചങ്ങനാശ്ശേരിയും കണിച്ചുകുളങ്ങരയും എല്ലാം പരസ്യമായി എതിർത്തപ്പോഴും പറഞ്ഞ വാക്കിൽ നിന്നും അണുവിട പോലും വ്യതിചലിച്ചില്ല. ഈ തിരഞ്ഞെടുപ്പ് ഫലം വിപരീതമായിരുന്നുവെങ്കിൽ ഇന്ന് അയാൾ എത്രത്തോളം ക്രൂശിക്കപ്പെട്ടേനെ. അയാളുടെ രക്തത്തിന് വേണ്ടി ഇവനൊക്കെ മുറവിളി കൂട്ടിയേനെ. സതീശനെ വനവാസത്തിനയക്കാൻ തിടുക്കം കൂട്ടിയേനെ. ഇന്ന് കുറുക്ക് വഴിയിലൂടെ അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ വരെ അയാളെ കുറ്റപ്പെടുത്തിയേനെ, കല്ലെറിഞ്ഞേനെ. അതുകൊണ്ട് ഒന്നുമല്ലാതിരുന്ന കോൺഗ്രസിനെയും UDF-നെയും ഇന്ന് എന്തെങ്കിലും ആക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ അയാളുടെ പങ്ക് വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സതീശന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഈ കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നത് അയാൾ മുഖ്യമന്ത്രിയാകാനാണ്. മറിച്ചൊരു തീരുമാനം കോൺഗ്രസ് എടുത്താൽ അധികാരം നൽകിയ സാധാരണ ജനങ്ങൾക്ക് തന്നെ നമ്മളെ താഴെ ഇറക്കാനും അറിയാമെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജനം വോട്ട് ചെയ്തത് VD സതീശന്റെ നേതൃത്വത്തിനാണ്. കുറെ ഫാൻസ് അസോസിയേഷനുകൾ ബൾക്കായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ടൊന്നും ജനത്തിന്റെ വിധിയെഴുത്ത് മാറിപ്പോകില്ല. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ കോൺഗ്രസിനുണ്ടാകുന്ന പ്രത്യാഘാതം വലുതായിരിക്കും. സ്വാഭാവിക നീതി നടപ്പിലാകണം. ജനം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ നടപ്പിലാകണം. 47-ൽ നിന്നും 41-ൽ നിന്നും UDF മുന്നണി ചെരുങ്ങിയപ്പോഴും ചങ്കുടപ്പോടുകൂടി മുന്നോട്ട് വന്ന പാർട്ടിയെ നയിച്ചത് VD സതീശൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ നടപ്പിലാക്കി. ഇത്രയധികം നാളെയെക്കുറിച്ച് ചിന്തയുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. ഇന്ന് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നത് ആർക്കും വേണ്ടാത്ത, ഓന്ത് പോലും നാണിച്ചു പോകുന്ന രീതിയിൽ നിറം മാറുന്ന കുറച്ച് സാമുദായിക നേതാക്കളാണ് എന്നതാണ് സത്യം. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം CM ആയാൽ ഇവന്റെയൊക്കെ കളസം കീറുമെന്നുറപ്പ് ഉള്ളതുകൊണ്ട് ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ എന്നെ അദ്ദേഹത്തിന്റെ ഫാൻ ആക്കിയാലും പ്രശ്നമില്ല. കാരണം അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചു തന്നു എങ്ങനെയൊരു രാഷ്ട്രീയക്കാരനാകണമെന്നത്.
ഒരു ലീഡറായി നിന്ന് എങ്ങനെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പൊന്നാപുരം കോട്ടകൾ എങ്ങനെ പൊളിക്കണമെന്നും അദ്ദേഹം കാണിച്ചു തന്നു. പഠിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് VD സതീശൻ. അതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിന്റെ CM ആയി അദ്ദേഹം തന്നെ മുന്നിൽ വരട്ടെ. ജോലി ചെയ്തവര് കൂലി കിട്ടണം. അങ്ങനെ തന്നെയാണ് നീതി നടപ്പിലാക്കേണ്ടത്. വടശ്ശേരി ദാമോദരൻ സതീശനെ പോലെ കാലത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ചിലർ അപൂർവമായി മാത്രം നേതൃത്വത്തിലേക്ക് കടന്നു വരും. അവരെ തിരിച്ചറിയുക. ചുരുങ്ങിയ പക്ഷം പുറംകാലുകൊണ്ട് അടിക്കാതിരിക്കുക. പ്രത്യേകിച്ചും BJPയെ പോലൊരു വർഗീയ ഭീമൻ വാ പിളർന്നു നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞ് തല്ലുകൂടാതെ കാലത്തിനപ്പുറത്തേക്ക് കണ്ണുള്ള സദാ ജാഗ്രതയായ ഒരു നേതാവിന് തന്നെയാണ് കേരളത്തിന് വേണ്ടത്.